ഞാൻ ഒറിജിനലി വരുന്നത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ചക്രങ്ങളെ പറ്റിയൊക്കെയുള്ള ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞ വേദങ്ങളിൽ തന്നെയാണ്. അപ്പൊ ഈ കുണ്ടലിനി ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഐഡിയ ആണോ? നിങ്ങളുടെ ക്രിസ്ത്യൻ റിലീജിയന് ഈ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കലല്ല, പക്ഷെ അതിന്റെ യൂണിറ്റിയും ക്ലാരിറ്റിയും ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഓർത്ത് മാത്രം പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ ഒറിജിനലി വരുന്നത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇവിടെ കേൾക്കുന്ന പല ആൾക്കാർ ചിലപ്പോൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടാകും. അപ്പൊ ഈ കുണ്ടലിനി ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഐഡിയ ആണോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ ചക്രങ്ങളെ പറ്റിയും കുണ്ടലിനെ പറ്റിയും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അത്ഭുത മഹാശക്തി വിശേഷമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ്? എനർജിയാണ്, അല്ലേ? നമ്മുടെ സയൻസ്, മോഡേൺ സയൻസ് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എനർജിയാണെന്നാണ്. അപ്പോൾ ഈ എനർജി എങ്ങനെ പ്രപഞ്ചമായി മാറി എന്ന് നോക്കുന്ന സമയത്ത് ആ എനർജി മാത്രമല്ല അവിടെ ഉള്ളത്, മറിച്ച് അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജി ഫീൽഡിലാണ് നമ്മൾ കാണുന്ന ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ശക്തി വിശേഷത്തെയാണ്, അല്ലെങ്കിൽ ആ എനർജിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുണ്ടലിനിയായിട്ട് കാണുന്നത്. അവിടെ ആ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന തത്വത്തെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ശിവം എന്ന് വിളിച്ചത്. ശക്തി എന്ന് വിളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് മാത്രം വന്നല്ല, സത്യത്തിൽ ഇതിന്റെ വേരുകൾ കിടക്കുന്നത് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അതിനുശേഷം വന്നിട്ടുള്ള പിന്നെ യോഗതന്ത്ര മാർഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതിൽ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രങ്ങളെ പറ്റിയൊക്കെയുള്ള ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞ വേദങ്ങളിൽ തന്നെയാണ്. അതിനുശേഷം ഉപനിഷത്തുകൾ വരുന്ന സമയത്ത് ഉപനിഷത്തുകളിലും കുണ്ടലിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ നാഡികൾ, പ്രാണനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം ശിവസംഗീത പോലെയുള്ള പുസ്തകങ്ങളിൽ അല്ല ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് കുണ്ടലിനെ പറ്റി കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ഹൈന്ദവ ഒരു രീതി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു താന്ത്രിക് മാർഗത്തിലും കൂടെ ആണ് ഇതിൻ്റെ ഒരു ബേസ് കിടക്കുന്നത്. അതായത് ഇപ്പം കാശ്മീർ ശൈവതന്ത്രത്തിൽ കൗള മാർഗത്തിലാണ് ഒക്കെയാണ് നമ്മൾ കൗളമാർഗ്ഗമൊക്കെ വരുന്ന സമയത്താണ് ഇതിനെപ്പറ്റി ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട്, ചക്രങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാണനെ പറ്റിയും കുണ്ടലിനെ പറ്റിയും ഒക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു പഠനം ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിലാണ്. കാരണം നമുക്കറിയാം, പുരാതന കാലങ്ങളിൽ എല്ലാം അറിവുകൾ തേടി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഭാരതത്തിലാണ്. കാരണം ഇവിടെയായിരുന്നു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം നളന്ദ, തക്ഷശില ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിന്നെ ഭാരതത്തിന് അഭിമാനമായിട്ട് നിലനിന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനുശേഷമാണ് ഹിന്ദുവിസം ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ ആയിട്ട് മാറിയതും. വേദങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു മതം എന്ന രീതിയിലല്ല, ഒരിക്കലും. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് താന്ത്രിക്കിലാണ്, അതായത് തന്ത്രയിലാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ കാശ്മീർ ശൈവതന്ത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൗളമാർഗ്ഗങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് കുലാർണവ തന്ത്രത്തിലൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയെ പറ്റിയൊക്കെയുള്ള അറിവ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഇത്രയും ആഴത്തിലുള്ള സയൻസ് നമുക്ക് തന്നത് ഭാരതീയ സംസ്കാരം തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷേങ്കിൽ അവിടെ ഒരു മാറ്റം, വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുണ്ടലിനി അല്ലെങ്കിൽ ചക്രങ്ങളെ പറ്റി നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും മറ്റുള്ള എല്ലാ മതങ്ങളും, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ബുദ്ധമതത്തിലാണെങ്കിലും ജൈനമതത്തിലാണെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പുറം പരിധിയിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം പരാമർശിക്കുന്നുണ്ട്. അല്ലെ ഈ ഒരു എനർജിയുടെ ഫോക്കസിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്രിസ്ത്യൻ മതത്തിൽ എന്താണ് അങ്ങനെ അതിനെക്കുറിച്ച്? ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പം പറയുന്നത് വെച്ചാൽ ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നുള്ളത്, ഞാനും എൻ്റെ പിതാവ് ഒന്നാന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആണ് എൻ്റെ പിതാവ്, അതായത് ഞാൻ തന്നെയാണ് എൻ്റെ പിതാവ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈ ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈശ്വരീയതയുടെ അംശമാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഇതിലും പറയുന്നത്. കാരണം ഈ അൾട്ടിമേറ്റ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അഖണ്ഡമായ ഈ പ്രപഞ്ചബോധത്തിൻ്റെ അംശം തന്നെയാണ് ഞാൻ. ആ അഖണ്ഡമായ എനർജിയുടെ അംശമാണ് എന്നിൽ ഇരിക്കുന്ന ഈ കുണ്ടലിനി ശക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ. എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തോട്ടുള്ളത്, അതായത് ജീസസ് സമറിയക്കാരിയായ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്, ക്യാഷ് ടേക്കനാന്ന് പറയാം. എന്നിട്ട് നമുക്ക് മണിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് മാത്രമല്ല കുണ്ടലിനി ശക്തി ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് അപ്പോൾ ജീസസ് ഈ പറഞ്ഞ സമറിയക്കാരിയായിട്ട് സ്ത്രീയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആള് ടെക്നിക്കലി ടാക്ടിക്കലി ലെവലിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് 5 ഭാര്യമാരുണ്ടായിരുന്നു, അല്ല ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള ആള് ഭർത്താവല്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഞാൻ അതിനകത്ത് എനിക്ക് കണ്ട ഇന്റർപ്രിട്ടേഷൻ വെച്ചാൽ എൻ്റെ സെൽഫിൽ എനിക്ക് ഫീൽ ചെയ്തൊരു ഇന്റർപ്രിട്ടേഷൻ വെച്ചാൽ എനിക്ക് ഒരുപക്ഷെ വേറെ ആൾക്കാർക്ക് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഞാനത് വായിച്ചിട്ടല്ല. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം വെച്ചാൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ 5 ലോവർ ചക്രകള്, ആ ചക്രകളായിരുന്നു നിന്റെ ലൈഫിനെ ഗൈഡ് ചെയ്തിരുന്നത്. ഇപ്പൊ നീ ഫോർഹെഡിലാണ് 6 ചക്രയിലാണ്. നമ്മൾ ആ ചക്രാസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ അന്നേരം കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ 6ാമത് ചക്രകൾ നിൽക്കുന്ന അവിടെ ഇപ്പോൾ ഉള്ള നിന്റെ ഭർത്താവല്ല, നീ ആളുടെ ഭർത്താവല്ല. അപ്പൊ 6th ചക്രയിലാണ് നിൽക്കുന്നെങ്കിൽ നീ വിൽ പവറുമായിട്ട് കണക്റ്റഡ് ആണ്, നീ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നീ യൂണിവേഴ്സുമായിട്ട് ആ ഒരു അലൈൻമെന്റിലാണ്, ഭർത്താവല്ല. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പിന്നെ അങ്ങനെ തന്നെ എടുക്കാം. കാരണം ഈ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ഡയമെൻഷനാണ്. ഇപ്പോൾ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സയൻസിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന് 7 ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 14 ഡയമെൻഷൻ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്, പല ശാസ്ത്രങ്ങളും. പക്ഷേ എങ്കിലും നമ്മുടെ മനുഷ്യ മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് 7 ഡയമെൻഷൻ വരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവാം. കാരണം ഈ ഷഡാധാര ചക്രങ്ങൾ, ഷഡ്ചക്രങ്ങൾ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ 6 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ഷഡാധാര ചക്രങ്ങൾ. അപ്പോൾ അവിടെയും അല്ല നിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, അതിന് മേലിലുള്ള സഹസ്രായത്തിലാണ് എന്ന് അങ്ങനെ പറയാൻ പറ്റും. ആ ഫോളോ അപ്പ് ഉണ്ട്. അതായത് ആൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ആ ഇന്റർപ്രിട്ടേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഉള്ളവരുടെ ഭർത്താവല്ല എന്ന് പറഞ്ഞിട്ട് ആള് പറയുവാണ്, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആക്യുറസി നിങ്ങൾ ഇതാക്കണ്ട. പക്ഷെ എന്ന് വെച്ചാൽ സീനായ് മലയിലും അല്ല, ഈ മലയിലും അല്ല, ആ മലയിലും അല്ല, ഈ പറഞ്ഞ രീതിയിൽ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് ക്രൈസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ബേസിക്കലി 7th ചക്രയുമായിട്ട് കണക്റ്റഡ് ആവും, കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട്. ഞാൻ ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതാവും എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി അതിനകത്ത് സിമിലാരിറ്റി ഉണ്ട്. നിങ്ങളുടെ ക്രിസ്ത്യൻ റിലീജിയന് ഈ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കലല്ല, പക്ഷെ അതിന്റെ യൂണിറ്റിയും ക്ലാരിറ്റിയും ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഓർത്ത് മാത്രം പറഞ്ഞു. അത് മാത്രമല്ല അതിന്റെ ഫോളോ അപ്പിൽ ഈ ലേഡി ചെന്നിട്ട് ആൾക്കാരോട് പറയാണ്, എന്റെ ജീവിതം കണ്ട് പഠിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് പറയുവാണ്. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട്, നമ്മുടെ നാട്ടിലെ പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് എല്ലാ ആൾക്കാരോട് പറയാം എന്റെ ജീവിതം കണ്ടുപിടിച്ച ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ പുറകെ ഒരു കാരണവശാലും ആരും പോകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നാച്ചുറലി ഷി വാസ് എ സ്പിരിച്വൽ വുമൻ. അപ്പൊ അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അത്ര സമയം സ്പെൻഡ് ചെയ്തതും. എനിക്ക് തോന്നുന്ന ബൈബിളിലെ ഏറ്റവും ഡീപ്പ് ആയിട്ട് ഒരു കോൺവെർസേഷൻ ക്രൈസ്റ്റ് ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യുന്ന ഈ വുമനുമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്ക് അത്രയും ഡെപ്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ടുള്ള, അതായത് ഈ ശിഷ്യന്മാരോട് പോലും പറയാത്ത ലെവലിലുള്ള ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് അവിടെ പറയുന്നത്. കാരണം അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ക്രൈസ്റ്റ് പറയുന്നത്, നിങ്ങൾ ഇവിടെയല്ല ആരാധിക്കുന്നത്, അവിടെയല്ല ആരാധിക്കുന്ന, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം വരുവാണ്, ഞാൻ നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഈ സ്ത്രീയോടാണ്. ഒന്ന് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്ത 2000 വർഷം മുമ്പ് ആളൊരു സ്ത്രീയെ വിളിച്ചിട്ട് പറയണം. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ബിസിനസ്സുകാർക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസിന്റെ ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടാണ്. ആ പ്രോഫിറ്റിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റിനും എത്തിച്ച് തന്നിട്ട് നമ്മളെ കംഫോർട്ട് ആക്കുന്ന ഏറ്റവും വലിയ ആളുകളാണ് അവർ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളിൽ സംഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. Yasha Living, synchronizing the art, tactics and spirituality.